ചതിയും പ്രതികാരവും ഒരാൾക്കും സഹിക്കാനാവില്ല. ചതിക്ക് പകരം ചിലർ പ്രതികാരം ചെയ്യും, മറ്റു ചിലർ സ്വയം ജീവനൊടുക്കും. അത്തരമൊരു വാർത്തയാണ് കൊല്ലം കടയ്ക്കലിൽ നിന്നും വരുന്നത്. വിവാഹ ദിവസം സ്ഥലത്തെത്താതെ കാമുകൻ മുങ്ങി. ഇതിൽ മണംനൊന്ത് യുവതി ജീവനൊടുക്കുകയായിരുന്നു. കൊല്ലം കടയ്ക്കൽ സ്വദേശി ധന്യയാണ് ജീവനൊടുക്കിയത്. രാവിലെ കിടപ്പുമുറിയിലെ ശുചിമുറിയിലാണ് ധന്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ധന്യയും കാട്ടാമ്പള്ളി സ്വദേശിയായ യുവാവും 1 വർഷമായി പ്രണയത്തിലായിരുന്നു. ഒരാഴ്ച മുമ്പ് രാത്രിയിൽ ധന്യ യുവാവിനൊപ്പം ഇറങ്ങിപ്പോയിരുന്നു. തുടർന്ന് ബന്ധുക്കൾ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് ആണ് ഇരുവരെയും കണ്ടെത്തിയത്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വിവാഹം വ്യാഴാഴ്ച രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് ധന്യയും ബന്ധുക്കളും വിവാഹത്തിനായി പോയെങ്കിലും യുവാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. തുടർന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ധന്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാമുകൻ എത്താത്തതിലുള്ള മനോവിഷമത്തിലാണ് യുവതി ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. തങ്കച്ചിന്റെ വിവാഹമൊക്കെ പറഞ്ഞുറപ്പിച്ച് ചെയ്തായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇത് മനസ്സിൽ വെച്ചിട്ടുണ്ടിരുന്നു തങ്കച്ച്. അങ്ങനെ ഒരു ദിവസം രാത്രി തങ്കച്ച് ഇവിടുന്ന് പയ്യനോടെ പോകും. പിറ്റേന്ന് രാവിലെ കേസ് കടയ്ക്കൽ സാറ് മുഖേന കൊണ്ടുവന്നത്. അവൻ ഈ കുട്ടിയെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പഞ്ചായത്തിൽ ചെല്ലാൻ പറഞ്ഞു. നല്ല ഇവിടുന്ന് പഞ്ചായത്തിൽ ചെന്നു. പിന്നെ അവൻ പഞ്ചായത്തിൽ വന്നില്ല. അങ്ങനെ അവൻ മൊബൈലിലൊക്കെ വിളിച്ചിട്ട് മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആണ്. കടയ്ക്കൽ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.